സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ സമ്മർ വെക്കേഷനിലും ട്രിപ്പ് പോകുന്നത്. ഈ ട്രിപ്പ് പോകാന്ന് പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ അമ്പലങ്ങളിലായിരുന്നു. ആ സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും വലുതാകും തോറും ഞാൻ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോകാൻ വേണ്ടി തുടങ്ങി. ബിക്കോസ് ഐ നീഡ് സം സോർട്ട് ഓഫ് പീസ്, പോസിറ്റീവ് വൈബ്, എന്താണെങ്കിലും അതിനെ വിശേഷിപ്പിക്കാം. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ടെമ്പിൾ വിസിറ്റിൽ ഞങ്ങളുടെ ഫസ്റ്റ് ടെമ്പിൾ ഞങ്ങൾ വിസിറ്റ് ചെയ്തത് തിരുമാതാംകുന്ന് ദേവീക്ഷേത്രമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. കറക്റ്റ് നടയടക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഞങ്ങൾ ഈ അമ്പലത്തിലെത്തിയത്. അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ടത് ഗുരുവായൂർക്കാണ്. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബുക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ടെമ്പിൾ ഗസ്റ്റ് ഹൗസിൽ തന്നെ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരിൽ എപ്പോഴും ഉള്ള തിരക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തൊഴുത് രാത്രിയത്തെ ശിവേലിയും കണ്ടിട്ടാണ് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ സ്റ്റേ ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ വിട്ടത് വൈക്കം മഹാദേവ ശിവക്ഷേത്രത്തിലേക്കാണ്. ഇവിടെയും ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. വളരെ വലിയൊരു ടെമ്പിൾ ആണിത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുന്നത്തെ ദിവസങ്ങളിലെ ഷോർട്ട് വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ തൊഴുത് ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സംഭവമായ പ്രാതലൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ചോറ്റാനിക്കരയിലേക്കാണ്. വൈകുന്നേരം എത്തി നല്ല ദർശനമായിരുന്നു മേൽക്കാവില്. രാത്രിയിലത്തെ കീഴ്ക്കാവിലെ ഗുരുതിയും കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നത്. നെക്സ്റ്റ് ഡേ രാവിലെ ഞങ്ങൾ നേരെ പോയത് മണ്ണാറശാലയിലേക്കാണ്. ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് തുടങ്ങി മലപ്പുറത്തുള്ള തിരുമാതാംകുന്നിൽ പോയി, അവിടുന്ന് ഗുരുവായൂർ അതായത് തൃശ്ശൂർ പോയി, അവിടുന്ന് വൈക്കത്ത് വന്നു. വൈക്കം കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. അവിടുന്ന് മണ്ണാറശാലയും പിന്നെ അമ്പലപ്പുഴയും, ഇത് രണ്ടും ആലപ്പുഴയിലുള്ളതാണ്. മണ്ണാറശാല 11 മണിക്ക് അടയ്ക്കുന്നത് കൊണ്ടും അമ്പലപ്പുഴയിലുള്ള പായസം കിട്ടാൻ 1 മണി ആകുന്നത് കൊണ്ടുമാണ് ആദ്യം ഞങ്ങൾ മണ്ണാറശാലയിൽ പോയിട്ട് പിന്നീട് തിരിച്ച് അമ്പലപ്പുഴയിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ പായസം വാങ്ങിച്ചതും തിരിച്ച് തലശ്ശേരിയിലേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 8.5 മണിക്കൂർ ജേണിയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അറിയാലോ, ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിലും കൂടുതൽ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ചെത്താനായിട്ട്. മഴക്കാലായിരുന്നെങ്കിലും കൂടെ ഈ പോയ എല്ലാ ടെമ്പിളിലും നല്ല ദർശനമായിരുന്നു. മഴ കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തിരിച്ചെത്തുന്നത് വരെ. പിന്നെ ഐ റിയലി വോണ്ട് അപ്രീഷിയേറ്റ് മൈ അച്ഛൻ. കാരണം അച്ഛനാണ് ഇതെല്ലാം ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്.